Acts of the Holy Apostles, chapter 20, verse 35. In all this I have given you an example, that by such work we must support the weak, remembering the words of the Lord Jesus, for he himself said, "It is more blessed to give than to receive." ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്ത് കൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. During the Apostles' fast, we are called not only to self-denial, but to self-giving. ഈ നോമ്പുകാലം ത്യാഗത്തിൻ്റെ നാളുകൾ മാത്രമല്ല, പിന്നെയോ പരിപൂർണമായി നൽകുന്നതിൻ്റെയും സമയമാണ്. Christ gave himself fully, and the apostles followed in his footsteps, pouring out their lives for the church, for the poor, and for the glory of God. എപ്രകാരം കർത്താവ് തന്നെ പരിപൂർണമായി ലോകത്തിന് നൽകിയോ, അതേ പാതയാണ് പരിശുദ്ധ അപ്പോസ്തലന്മാർ സ്വീകരിച്ചത്. സഭയ്ക്കു വേണ്ടി അവരുടെ ജീവനെ പരിപൂർണമായി നൽകി. രോഗികൾക്കു വേണ്ടിയും പാപികൾക്കു വേണ്ടിയും പാവപ്പെട്ടവർക്കു വേണ്ടിയും ദൈവമഹത്വത്തിനു വേണ്ടിയും അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു. Giving is not only about possessions, it is about presence, compassion and mercy. പരിപൂർണമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ സമ്പത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ കൊടുക്കുക, ധനം കൊടുക്കുക, പണം കൊടുക്കുക, അതിനുപരിയായി നമ്മുടെ സാന്നിധ്യവും നമ്മുടെ അനുകമ്പയും നമ്മുടെ കരുണയും നൽകുവാൻ നമുക്ക് സാധ്യമാകണം. In giving, the soul is freed from the weight of self-centeredness and awakened to the joy of communion. പരിപൂർണമായി നൽകുമ്പോഴാണ് ആത്മാവിന് വിടുതൽ പ്രാപിക്കുന്നത്, സ്വാർത്ഥതയിൽ നിന്നുള്ള വിടുതൽ. അതോടൊപ്പം സംസർഗത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നത് പരിപൂർണമായി നൽകുമ്പോഴാണ്. Abba Moses said, quote, "If you have a loaf, give half to your brother. If you have a word of peace, speak it to all." End quote. Today, give silently, joyfully, and generously. The hands that offer become the hands of Christ. ഇന്ന് ആനന്ദത്തോടും പരിപൂർണതയോടും നമുക്ക് മറ്റുള്ളവർക്ക് നമ്മെ തന്നെ നൽകാം. കാരണം നൽകുന്നവൻ ലോകത്തിന് ക്രിസ്തുവിൻ്റെ കരങ്ങളായി തീരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. O Lord, giver of all good things, teach us to give with gladness, to love without counting the cost, and to find joy in serving others. ദൈവമേ, സർവ്വതും ഞങ്ങളുടെ നന്മയ്ക്കായി നൽകുന്ന ദൈവമേ, ആനന്ദത്തോടെ പരിപൂർണമായി നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹത്തോടെ ഒന്നിൻ്റെയും വില നോക്കാതെ ഞങ്ങളെ തന്നെ പരിപൂർണമായി നൽകുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.